ഇവർ വീട് പൂട്ടിപ്പോയതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയെങ്കിലും വീടിൻ്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയും പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ഇവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി. യാതൊരുവിധമായ കുറ്റബോധവും ഇല്ലാതെയായിരുന്നു ധന്യയുടെ പെരുമാറ്റം. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ ധന്യ തട്ടിപ്പേസിലെ പ്രതിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. 15 മിനിറ്റിനുള്ളിൽ വലപ്പാട് പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. തൃശ്ശൂരിൽ നിന്നും വിവരം ലഭിച്ചതിന് പിന്നാലെ 2 ദിവസമായി കൊല്ലം സിറ്റി പോലീസ് ധന്യയുടെ ബന്ധുവീടുകളടക്കം തിരച്ചിൽ നടത്തി വരികയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ധന്യ മോഹൻ തട്ടിക്കയറി. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പണം ബാഗിലുണ്ട്, എടുത്തോളൂ, ചന്ദ്രനിൽ 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും ഇവർ ശുഭതയായി പറഞ്ഞു. സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിൽ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ആദ്യം കണ്ടെത്തിയത്. ഇതോടെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് ഓഫീസിൽ നിന്നും പോയ ധന്യ വലപ്പാട്ട് വീട് പൂട്ടി സ്ഥലം വിട്ടു. വിശദ പരിശോധനയിലാണ് 19.94 കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന കഴിഞ്ഞ് വനിതാ സ്റ്റേഷനിൽ ഏറെ നേരം ഇരുത്തിയതിൽ ധന്യ അസ്വസ്ഥയായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ വിവരമറിഞ്ഞ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. ധന്യയെ തൃശൂർ വലപ്പാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.